ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മൾ ഇംഗ്ലീഷിലെ 6ാമത്തെ ഭാഗമാണ് ഇന്ന് എടുക്കാൻ പോകുന്നത്. അപ്പോൾ ഓൾറെഡി നമ്മൾ 5 ഭാഗം എടുത്ത് തീർത്തിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടതിന് ശേഷം മാത്രം ഈ വീഡിയോ കാണുക. ഓക്കെ. അപ്പോൾ നമ്മളെ ടീച്ചിങ് ടെക്സ്റ്റ് ബേസ് ചെയ്തിട്ടാണ് ക്ലാസ് പോകുന്നത്. അപ്പോൾ അതിലത്തെ ആക്ടിവിറ്റീസൊക്കെ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ടെക്സ്റ്റ് ബുക്ക് മാത്രമല്ല കേട്ടോ. അപ്പോൾ ഒക്കെ നമുക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്ത് പഠിച്ചു? നമ്മൾ ആംഗ്രി അങ്ങനെ ഓരോ ഫേസുകളൊക്കെ പഠിച്ചു അല്ലേ? ആംഗ്രി എങ്ങനെയാണ്, ലവ് എങ്ങനെയാണ്, ക്രൈ എങ്ങനെയാണ്, അങ്ങനെയുള്ള സാഡ് എങ്ങനെയാണ്, ഫേസുകളൊക്കെയാണ് നമ്മൾ പഠിച്ചത് അല്ലേ? അപ്പോൾ അതൊക്കെ നമുക്ക് ആവശ്യമുണ്ട് കേട്ടോ ഈ പാഠത്തിൽ. അങ്ങനെ ഒരു കുഞ്ഞു ഗെയിം കഴിഞ്ഞിട്ടാണ് നമ്മൾ നിർത്തിയത്. ഓക്കെ, ലുക്ക് അറ്റ് ദ പിക്ചർ. ലുക്ക് അറ്റ് ദ ഫസ്റ്റ് പിക്ചർ. ആദ്യത്തെ ചിത്രം നോക്കിയേ. എന്താ കാണുന്നത്? ബസ്സാണ് അല്ലേ? അപ്പോൾ ഐ ആം ആസ്കിങ് എ ക്വസ്റ്റ്യൻ. ഈസ് ഇറ്റ് ഹാപ്പി? ഈസ് ഇറ്റ് ഹാപ്പി? No. അല്ലല്ലേ? ഈ ബസ് ഹാപ്പി ആണോ? No. ഈസ് ഇറ്റ് സാഡ്? No. അല്ലല്ലേ? സാഡ് പറഞ്ഞാൽ എന്താ നമ്മൾ പഠിച്ച്? സങ്കടത്തിലാണോ ബസ്? നോ. പിന്നെ എന്താണ് ബസ്? എന്താണ്? ദേഷ്യം എന്നുള്ളതിന് എന്ത് പറയും? ആംഗ്രി. ആംഗ്രി അല്ലേ? അപ്പം നമുക്കറിയാം ഈ ബസ് ഹാപ്പി അല്ല, സാഡും അല്ല. പിന്നെന്താണ്? സാഡ്. ദേഷ്യം വന്നാൽ എങ്ങനെ ഇരിക്കും നമ്മുടെ മുഖം? എങ്ങനെ കാരം? ഒന്ന് ദേഷ്യപ്പെട്ടെ. എല്ലാവരും ഒന്ന് ആംഗ്രി ആവ്. ഓക്കെ. ആംഗ്രി ആയാൽ കാണാൻ ഭംഗിയുണ്ടോ? ഇല്ല അല്ലേ? അപ്പം ആംഗ്രി ആവരുത് കേട്ടോ. ഓക്കെ. Look, why is the bus angry? Can you say? Why is the bus angry? എന്തുകൊണ്ടാവും ഈ ബസ് ആംഗ്രി? Can you say? നിങ്ങൾക്ക് പറയാൻ പറ്റുമോ എന്തുകൊണ്ടാണ് ബസ് ആംഗ്രി എന്ന്? No. ഒന്ന് ആലോചിച്ച് നോക്കി. എന്തുകൊണ്ടാവും ബസ് ആംഗ്രി? നമ്മൾ അപ്പുറത്തുനിന്ന് കാറ് സ്പീഡിൽ എന്താണ് ഫാസ്റ്റിൽ വരുന്നുണ്ട് അല്ലേ? അതുപോലെ ബസ്സും ഫാസ്റ്റിൽ വരുന്നുണ്ട്. അപ്പം അത് കണ്ടിട്ടാണ് ബസ് ആംഗ്രി ആവുന്നത് അല്ലേ? ലുക്ക്. അപ്പോൾ ബസ് ഒരു ഭാഗത്തുനിന്ന് വരുന്നു, കാർ ഒരു ഭാഗത്തുനിന്ന് വരുന്നു. ബസ് എന്താണ്? സാഡാണോ ആംഗ്രി ആണോ? ആംഗ്രി ആണ് അല്ലേ? അപ്പോൾ എന്തോ പറയുന്നുണ്ട് അല്ലേ? ബസ്സും കാറും തമ്മിൽ എന്തോ സംസാരിക്കുന്നുണ്ട്. എന്താവും? ലുക്ക് അറ്റ് ദ ബസ് ഈസ് സേയിങ് സംതിങ് ടു ദ കാർ. ബസ് എന്തോ കാറിനോട് പറയുന്നുണ്ട്. എന്താ പറയുന്നത്? എന്താ എഴുതിയിട്ടുള്ളത്? നോക്കൂ, ടെക്സ്റ്റ് ബുക്ക് നോക്കൂ. എന്താണ്? ഹോങ് ഹോങ്. എന്താണ് ഹോങ് ഹോങ്? അപ്പോൾ ബസ്സിൻ്റെ എന്താണ് ഹോൺ അടിക്കുന്നുണ്ട്. ഹോൺ അടിച്ചിട്ട് എന്തോ പറയാണ്. വാട്ട് ഡസ് ഹി സേ ദെൻ? എന്നിട്ട് ഹോൺ അടിച്ചിട്ട് എന്തോ പറയുന്നുണ്ട് അല്ലേ? എന്താ പറയുന്നത്? നമുക്കൊന്ന് വായിച്ചു നോക്കിയാലോ? യെസ്. ഹേ കാർ. ദെൻ ലുക്ക് അറ്റ് ദ കാർ. ലുക്ക്. വാട്ട് ഡസ് ദ കാർ സേ? എന്താ കാറ് പറയുന്നത്? അപ്പം എന്താണ്? ബസ് ഹോങ് ഹോങ് ഹേ കാർ ഗീവ് എവേ എന്ന് പറഞ്ഞു അല്ലേ? കാറ് നീ എനിക്ക് വഴി മാറ് എന്ന് പറഞ്ഞു. അപ്പം എന്താണ്? അത് കണ്ടിട്ട് നമ്മുടെ കാർ എന്താ പറഞ്ഞത്? ടൂ ടൂ. എന്ത്? ടൂ ടൂ. ദ കാർ എന്താണ്? കാറ് സൗണ്ട് ഉണ്ടാക്കി അല്ലേ? അതിൻ്റെ ഹോൺ അടിച്ചു. വാട്ട് ഡസ് ഹി സേ ദെൻ? പിന്നെന്താ പറയുന്നത് നോക്ക്. എന്താണ്? ടു ടു യു മൂവ്. എന്താ പറഞ്ഞത്? യു മൂവ്. അപ്പോൾ ബസ് എന്ത് പറഞ്ഞു? ഹോങ് ഹോങ് ഹേ കാർ ഗീവ് എവേ. കാർ എനിക്ക് വഴി താന്ന് പറഞ്ഞു, എൻ്റെ വഴി മാറുമെന്ന് പറഞ്ഞു. അപ്പോൾ എന്ത് ചെയ്തു? നമ്മളെ കാറ് മാറിയോ? ഇല്ല. കാർ എന്ത് പറഞ്ഞു? ടു ടു യു മൂവ്. നീ മാറ്. ഒരാൾ പറഞ്ഞു നീ മാറ്, നീ എനിക്ക് വഴി മാറിത്താ. മറ്റേ കാറും പറഞ്ഞപ്പോൾ എന്ത്? നീ വഴി മാറ്. അപ്പോഴോ നടുക്ക് ആരുണ്ട്? സെൻറ്റർ. ആരാ സെൻറ്ററിൽ?
Police officer. പോലീസ് ഓഫീസർ ഉണ്ട് അല്ലേ? പോലീസ് ഓഫീസർ എന്തോ പറയുന്നുണ്ടല്ലോ. എന്താണ്? നോക്കൂ. സ്റ്റോപ്പ്. Stop. പോലീസ് ഓഫീസർ അവിടെ നിന്നിട്ട് ഉറക്കെ പറഞ്ഞു അല്ലേ? വാട്ട് ഡസ് ഹി സേ? പോലീസ് ഓഫീസർ എന്താ പറഞ്ഞു? Stop. സ്റ്റോപ്പ്. ഓക്കെ, വെരി ഗുഡ്. ഈ പോലീസ് ഓഫീസർ സ്റ്റോപ്പ് എന്ന് മെല്ലെയാണോ ഉറക്കെയാണോ പറഞ്ഞത്? ഉച്ചത്തിലാണോ? Can. ഉച്ചത്തിലാണല്ലേ പറഞ്ഞത്? എങ്ങനെയാ പറഞ്ഞത്? ഉച്ചത്തിൽ. എന്താ പറഞ്ഞത്? Stop. ഒന്ന് ഉറക്ക സ്റ്റോപ്പ് എന്ന് പറഞ്ഞേ. Stop. കയ്യൊക്കെ ഒന്ന് പൊക്കി സ്റ്റോപ്പ് എന്ന് പറഞ്ഞേ. ഉറക്കെ പറയും. ഓക്കെ, അപ്പം സ്റ്റോപ്പ് പറയാൻ അറിയില്ലേ? ഡസ് ദ ബസ് സ്റ്റോപ്പ്? ഇത് കേട്ടിട്ട് ബസ് നിർത്തിയോ? നോ. ഡസ് ദ കാർ സ്റ്റോപ്പ്? കാറ് നിർത്തിയോ? നോ. ഇപ്പോൾ ബസ്സും കാറും നിർത്തിയില്ല. നമ്മളെ പോലീസ് ഓഫീസർ ഷൗട്ട് ചെയ്ത് ഉറക്കെ പറഞ്ഞു, സ്റ്റോപ്പ്. ഷൗട്ട് ദ പോലീസ് ഓഫീസർ. ദ ബസ് ഡസ് നോട്ട് സ്റ്റോപ്പ്. ബസ് ഡസ് നോട്ട് സ്റ്റോപ്പ്. ദ കാർ ഡസ് നോട്ട് സ്റ്റോപ്പ്. എന്ത് ചെയ്തു? കാറും ബസ്സും നിർത്തിയില്ല. നോക്കൂ, നമ്മൾ ടെക്സ്റ്റ് ബുക്ക് കൊടുത്തിട്ടുണ്ടല്ലേ. സ്റ്റോപ്പ്. ഷൗട്ട് ദ പോലീസ് ഓഫീസർ. സ്റ്റോപ്പ്. ഷൗട്ട് ദ പോലീസ് ഓഫീസർ. നീ താഴെ എന്താ കൊടുത്തിട്ടുള്ളത്? ഒന്ന് വായിക്കാം അല്ലേ? നമുക്ക് വായിക്കാം. ഓക്കെ. ലോ എന്താണ് ഫസ്റ്റ് എന്താ എഴുതിയത്? The ബസ് bus ഡസ് does നോട്ട് not സ്റ്റോപ്പ്. stop. The bus does not stop. The bus Does not stop. The car does not stop. stop. അപ്പോൾ ആദ്യം എന്താ പറഞ്ഞത്? ബസ് ഡസ് നോട്ട് പറഞ്ഞാൽ നിർത്തിയില്ല. ഡസ് നോട്ട് സ്റ്റോപ്പ് നിർത്തിയില്ല. ദ കാർ ഡസ് നോട്ട് ചെയ്തില്ല. എന്ത്? സ്റ്റോപ്പ് നിർത്തിയില്ല. അപ്പോൾ ബസ്സും കാറും നിർത്തിയില്ല. ഇനി എന്താ സംഭവിക്കുക? വാട്ട് വിൽ ഹാപ്പൻ നൗ? ഇനി എന്താ സംഭവിക്കുക? ബസ്സും നിർത്തിയില്ല, കാറും നിർത്തിയില്ല. അപ്പം എന്താവും സംഭവിക്കുക? ഒന്ന് ആലോചിച്ച് നോക്കൂ. രണ്ടും നേരെ വരികയാണ്. ഒരു സൈഡിൽ നിന്ന് ബസ്സും ഒരു സൈഡിൽ നിന്ന് കാറും. പോലീസ് ഓഫീസർ സ്റ്റോപ്പ് ഉറക്കെ പറഞ്ഞു, ഷൗട്ട് ചെയ്ത് പറഞ്ഞു. ബട്ട് രണ്ടുപേരും നിർത്തിയില്ല. ഇനി എന്താ സംഭവിക്കുക? ഒന്ന് കൂട്ടിമുട്ടും. കൂട്ടിമുട്ടും അല്ലേ? കൂട്ടിമുട്ടും തന്നെ എല്ലാവർക്കും തോന്നുന്നേ. ഓക്കെ, ഇനി നമുക്ക് നോക്കാം അല്ലേ? അടുത്ത പേജ്. വാട്ട് ഹാപ്പൻ ടു ദ ബസ് ആൻഡ് കാർ? എന്ത് സംഭവിക്കും ഈ ബസ്സിനും കാറിനും? ആകെ ഇടിച്ച് ആക്സിഡൻ്റ് ആവൂലേ? ആണോ? ദ ബസ് ആൻഡ് ദ കാർ ഹിറ്റ് ഈച്ച് അതർ. രണ്ടും കൂടെ എന്ത് സംഭവിച്ചു? കൂട്ടിമുട്ടി. ദ ബസ് ആൻഡ് കാർ ഹിറ്റ് ഈച്ച് അതർ. രണ്ടും കൂടെ എന്ത് സംഭവിച്ചു? ദ ബസ് ആൻഡ് കാർ ഹിറ്റ് ഈച്ച് അതർ. ബസ് ആൻഡ് കാർ, ബസ്സും കാറും. ദ ബസ് ആൻഡ് കാർ, ബസ്സും കാറും എന്തിട്ടി? ഹിറ്റ് ഈച്ച് അതർ. തമ്മിൽ കൂട്ടി മുട്ടില്ലേ? അങ്ങനെ അവിടെ ആക്സിഡൻ്റ് ഉണ്ടായി. അപ്പം ആ സമയത്തോ നമ്മളൊരു ആക്സിഡൻറ്റ് കണ്ടുല്ലേ? ഇപ്പം എന്താണ് ചുറ്റുഭാഗത്തും നടന്നതെന്ന് നോക്കിയേ. ഒരു ആക്സിഡൻറ്റ് സംഭവിച്ചപ്പോൾ എന്തൊക്കെയാണ് അവിടെ നടന്നത്? ലുക്ക് അറ്റ് ദ പിക്ചർ. വാട്ട് ഈസ് ദ പോലീസ് ഓഫീസർ ഡൂയിങ്? ഈ ആക്സിഡൻറ്റ് കണ്ടപ്പോൾ ഈ പോലീസ് ഓഫീസർ എന്താ ചെയ്യുന്നത്? നോക്കൂ. വാട്ട് ഈസ് ദ പോലീസ് ഓഫീസർ ഡൂയിങ്? എന്താണ്? ഓടുകയാണല്ലേ? ആണോ? ഇസ് ഹി റണ്ണിങ്? Yes.
ഓടുകയാണല്ലേ. എന്തുകൊണ്ടാവും അദ്ദേഹം ഓടിയിട്ടുണ്ടാവുക? ഒന്ന് ആലോചിച്ച് നോക്കൂ. എന്തുകൊണ്ടാവും പോലീസ് ഓഫീസർ ഓടിയിട്ടുണ്ടാവുക? വെർ ഇസ് ദ മൗസ്? ആ മൗസ് ഇവിടെ നോക്ക്. മൗസിന് എന്തോ ഒന്ന് പറ്റിയില്ല. എന്താണ്? നോക്കൂ. ആ, എലിയുടെ തൈലം എന്തോ ഒന്ന് വീണ് കിടക്കുന്നുണ്ടല്ലേ. എന്താണ്? Light. ആ, ലൈറ്റാണല്ലേ. അപ്പോൾ കാറും ബസ്സും കൂടെ തമ്മിൽ ഹിറ്റ് ചെയ്തപ്പോൾ തെറിച്ചിട്ട് വന്നതാവൂലേ. ആക്സിഡൻ്റ് ആകുമ്പോൾ അങ്ങനെ പാർട്സൊക്കെ തെറിച്ച് പോവാറില്ലേ? ബസ്സിൻ്റെ എന്തെങ്കിലും തെറിച്ച് വീണിട്ടുണ്ടോ നോക്കൂ. Yes. എന്താണ്? Horn. ആ, നമ്മളെ കൗ എന്താ ചെയ്തത് ആക്സിഡൻറ്റ് കണ്ടിട്ട്? കൗ ഓടാണല്ലേ. ആ, പേടിച്ചോടുണ്ട്. എലിയാണെങ്കിലോ, എലി അവിടെ വീണു. എലിയുടെ തലയിൽ ലൈറ്റും വീണുല്ലേ. നമ്മുടെ പോലീസ് ഓഫീസർ എവിടെ പോയി? അപ്പോൾ ആക്സിഡൻറ്റ് സംഭവിച്ചപ്പോൾ ഓരോരുത്തരും എന്താ ചെയ്തു? ദ പോലീസ്മാൻ റൺസ് അവേ. പോലീസ്മാൻ ഓടി അവിടുന്ന്. ദ കൗ റൺസ് അവേ. കൗ എന്ത് ചെയ്തു? അവിടുന്ന് ഓടിപ്പോയി. ദ മൗസ് ഫോൾ ഡൗൺ. എന്താണ്? നമ്മളെ മൗസാണെങ്കിൽ അവിടെ പേടിച്ച് ഓടിയപ്പോക്ക് വീണു. ദ ബേർഡ്സ് ഫ്ലൈ അപ്പ്. പക്ഷികളൊക്കെ എന്താണ്? മുകളിലേക്ക് പറന്നു അല്ലേ. ഇതൊക്കെയാണ് അവിടെ സംഭവിച്ചത്. ഇനി എന്താണാവും? എല്ലാവരും ഓടിയൊക്കെ പോയോ? എന്താ ഇനി സംഭവിക്കുക? ലുക്ക് അറ്റ് ദ പിക്ചർ. നോക്കൂ, നമ്മളെ ബ്ലൂ ബസ് എന്താ ചെയ്യുന്നത്? ആ, എന്താണ്? ആകെ കരയുന്നുണ്ടല്ലേ. ബ്ലൂ ബസ് കരയുന്നുണ്ടല്ലേ. ഈസ് ദ ബസ് ഹാപ്പി? No. ഈസ് ദ ബസ് സാഡ്? Yes. ആ, ഹാപ്പി അല്ല, സാഡാണല്ലേ. എങ്ങനെയാ നിങ്ങൾക്ക് മനസ്സിലായത് ബസ് കരയാന്ന്? സാഡാണെന്ന് എങ്ങനെ മനസ്സിലായത്? ഇത് കണ്ടിട്ട് എന്ത് കണ്ടിട്ടാണ് തോന്നിയത്? ബസ്സിൻ്റെ ഫേസ് കണ്ട കണ്ണിന്ന് എന്താ വരുന്നത്? കണ്ണീര്. ആ, കണ്ണുനീര് വരുന്നുണ്ടല്ലോ. അപ്പം നമുക്ക് മനസ്സിലായില്ലേ. വൈ ഈസ് ദ ബസ് സാഡ്? എന്തുകൊണ്ടാവും ഈ ബസ് ഇങ്ങനെ കരയാൻ കാരണം? എന്താവും? ആ, എന്താണ്? റോഡിൽ എന്തോ കിടപ്പുണ്ടല്ലേ ബസ്സിൻ്റെ. എന്താണ്? കൂട്ടിയിടിച്ചപ്പോൾ ബസ്സിൻ്റെ എന്തോ ഒന്ന് താഴെ വീണു. എന്താണ്? ആ, ഹോണല്ലേ. വേർ ഈസ് ദ ഹോൺ? ഹോൺ ഇപ്പോൾ എവിടെയാണ്? ഓൺ റോഡ്. എവിടെയാണ് ഹോണ്? റോഡിലാണല്ലേ. റോഡുമ്മലാണ് ഹോണ് കിടക്കുന്നത്. അതുകൊണ്ടാണ് നമ്മളെ ബസ് കരയുന്നത് അല്ലേ. ബസ്സിൻ്റെ ഹോണ് താഴെ വീണ്. എന്തുകൊണ്ടാണ് ബസ് കരയുന്നത്? ദ ഹോൺ ഫെൽ ഡൗൺ. ദ ഹോൺ ഫെൽ ഡൗൺ. എന്താണ്? ദ ഹോൺ ഫെൽ ഡൗൺ. ഹോണ് താഴെ വീണു. പിന്നെയോ? ഇനി വാട്ട് അബൌട്ട് അവർ കാർ? നമ്മളെ കാറിന് എന്ത് പറ്റി? നമുക്ക് നോക്കാം അല്ലേ. എന്താ പറ്റിയത് കാറിന്? ലുക്ക് അറ്റ് ദ പിക്ചർ. ആ, കാർ എന്തോ പറയുന്നുണ്ടല്ലേ. ഹോ മൈ ലൈറ്റ്. എന്താ പറയുന്നേ? Oh my light. ആ, കാറിൻ്റെ എന്ത് വീണു? Light. ആ, ദ കാർസ് ലൈറ്റ് ഫെൽ ഡൗൺ. കാറിൻ്റെ ലൈറ്റും താഴെ വീണുല്ലേ. ദ കാർസ് ലൈറ്റ് ഫെൽ ഡൗൺ. കാറിൻ്റെ ലൈറ്റും താഴെ വീണുപോയി. ഇപ്പം രണ്ട് പേരുടെയും ബസ്സിൻ്റെ എന്താ വീണേ? Horn. ആ, കാറിൻ്റെയോ? ലൈറ്റ്. ഓക്കെ, വെരി ഗുഡ്. ഇപ്പം ബസ് എന്ത് പറഞ്ഞു കരഞ്ഞു? ഹോ മൈ ഹോൺ. കാറോ? ഹോ മൈ ലൈറ്റ്. ഓക്കെ. അപ്പം നമ്മൾ ക്ലാസ് ഇവിടെ നിർത്തുകയാണ്. ഇനി ബാക്കി അടുത്ത ഭാഗത്ത്. അപ്പോൾ ഈ ഭാഗത്തുള്ള ടെക്സ്റ്റ് ബുക്കിലുള്ള വായിക്കാനുള്ളതൊക്കെ വായിച്ച് പഠിക്കുക കേട്ടോ. എല്ലാ സെൻറ്റൻസും വായിക്കാൻ കറക്റ്റ് പഠിക്കുക. ടെക്സ്റ്റ് ബുക്കത്ത് വായിച്ചിട്ട് മനസ്സിലാക്കുക. ഓക്കെ. ഇനി ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കുക. അതുപോലെ സംശയം എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. പിന്നീട് മുന്നുള്ള വീഡിയോസൊക്കെ നിർബന്ധമായിട്ടും കാണണം കേട്ടോ. താങ്ക് യു.